2026 മെയ് എത്തി. ഇതുവരെയുള്ള മലയാള സിനിമാ കണക്കുകളിൽ വാഴ 2 ആണ് മുൻപന്തിയിൽ. ഇപ്പോൾ പാട്രിയറ്റ് അതിന്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നവാഗതർ തകർത്ത് പെർഫോം ചെയ്ത ഇക്കൊല്ലത്തെ ടോപ്പർ വാഴ 2വിനെ മൾട്ടി സ്റ്റാർ ചിത്രം പാട്രിയറ്റ് മറികടക്കുമോ എന്നൊക്കെ കണ്ടറിയാം. ഈ സമയം അണിയറയിലൊരുങ്ങുന്ന ഇക്കൊല്ലത്തെ ഓണം മൂവീസ് ഏതൊക്കെയായിരിക്കും എന്നൊരു സൂചന എത്തുന്നുണ്ട്. 2 ചിത്രങ്ങളാണ് അടുത്തിടെ ഓണം റിലീസായി തിയേറ്ററിലെത്തുക എന്ന അപ്ഡേറ്റ് തന്നത്. ഓഗസ്റ്റ് 25 ആരംഭിക്കുന്ന ഓണം ദിനങ്ങൾക്ക് മുൻപ് തന്നെ പൃഥ്വിരാജ് വൈശാഖ് ചിത്രം ഖലീഫ തിയേറ്റർ പിടിക്കും. ഓഗസ്റ്റ് 20 ഖലീഫ ആഗോള റിലീസിനെത്തുമെന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. മാമ്പറയ്ക്കൽ അമീർ അലി എന്ന കഥാപാത്രമായാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ വേഷമിടുന്നത്. മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി ചിത്രത്തിൽ അതിഥി താരമായി മോഹൻലാലും എത്തുന്നുണ്ട്. ഖലീഫ 2ാം ഭാഗത്തിലെ ലീഡാണ് ഈ മോഹൻലാൽ കഥാപാത്രമെന്നും സ്ഥിരീകരണം വന്നതാണ്. ജിനു ഇന്നോവേഷന്റെ ബാനറിൽ ജിനു എബ്രഹാമും സൂരജ് കുമാറും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ജിനു എബ്രഹാം തന്നെയാണ് സിനിമയുടെ തിരക്കഥയും. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ക്യാൻവാസിൽ കഥ പറയുന്ന ഒരു ബിഗ് ബജറ്റ് എന്റർടൈനറാണ് ഖലീഫ. അതേസമയം അടുത്ത ഓണം റിലീസ് അപ്ഡേറ്റ് നൽകിയ ചിത്രം നിവിന്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റാണ്. നിവിൻ പോളിയും പ്രേമലു ടീമും ഒന്നിക്കുന്ന ഈ സിനിമ റൊമാന്റിക് കോമഡി ജോണറിൽപ്പെടുന്ന ഒന്നാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടീം അവരുടെ പാക്കപ്പ് ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഓണം റിലീസായി ചിത്രം എത്തുമെന്ന കാര്യവും പറയുന്നുണ്ട്. റിലീസ് തീയതിയൊന്നും പറയുന്നില്ല എങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയായാൽ ഓണം റിലീസായിരിക്കും ചിത്രമെന്ന കാര്യം ഇതോടെ വ്യക്തമായി കഴിഞ്ഞു. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഈ ചിത്രത്തിൽ മമിത ബൈജുവാണ് നായികയായി എത്തുന്നത്. സംഗീത് പ്രതാപും പ്രധാനപ്പെട്ട വേഷം സിനിമയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓണത്തിന്റെ ആഘോഷവേളയിൽ മാസ് ആക്ഷൻ പാക്ഡായാണ് ഖലീഫ തിയേറ്ററിൽ എത്തുന്നതെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരിക്കും ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ 2 സിനിമകളെയും കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് എത്തുമ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കറിയാം.